എല്ലാവർക്കും മല്ലുവുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോക, സുമതി വളവ്, ബസുക തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് കൂലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയുടെ ലീക്ക്ഡ് പ്രിൻ്റ് നേരത്തെ വന്നതാണ്, പക്ഷേ ഒഫീഷ്യൽ OTT ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. രജനീകാന്ത്, നാഗാർജുന, സൗബിനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി 12 മണിക്ക് ആമസോൺ പ്രൈമിലാണ് കൂലിയുടെ ഒഫീഷ്യൽ OTT റിലീസ്. മലയാള ലാംഗ്വേജിൽ സിനിമ ഇന്ന് അവൈലബിൾ ആയിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഓടും കുതിര ചാടും കുതിര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഫഹദ് ഫാസിൽ ഓണത്തിനിറങ്ങിയ സിനിമയായിരുന്നു ഓടും കുതിര ചാടും കുതിര. കല്യാണിയാണ് ഫഹദിൻ്റെ നായികയായിട്ട് സിനിമയിൽ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഓടും കുതിര ചാടും കുതിര അമ്പേ പരാജയമായിരുന്നു, തിയേറ്ററുകളിൽ ഫ്ലോപ്പായി. പക്ഷേ ഈ സിനിമയുടെ OTT റിലീസിന് മുന്നേ തന്നെ വിറ്റുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രൊഡ്യൂസേഴ്സ് രക്ഷപ്പെട്ടു. നെറ്റ്ഫ്ലിക്സ് ആണ് ഓടും കുതിരയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ സെപ്റ്റംബർ മാസം 28-നായിരിക്കും OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. 2 വർഷം മുന്നേ ഇറങ്ങിയ സിനിമയായിരുന്നു വേല. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. എന്നിട്ടും സിനിമയുടെ OTT വിറ്റുപോയില്ല. ഇപ്പോഴാണ് ആമസോൺ പ്രൈം വേലയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ഉടനെ തന്നെ ആമസോൺ പ്രൈമിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഷൈനികമാണ് വേല സിനിമയിലെ നായകൻ. നല്ലൊരു ത്രില്ലർ സിനിമയായിരുന്നു വേല. സെപ്റ്റംബർ മാസം 29-ന് മുന്നേ വേല സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാവും. അടുത്തൊരു അപ്ഡേറ്റ് മദ്രാസി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ശിവകാർത്തികേയൻ നായകന സിനിമയാണ് മദ്രാസി. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് വന്നത്. ഇപ്പോഴിതാ ഈ സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. സിനിമ റിലീസായിട്ട് 1 മാസം കഴിഞ്ഞിട്ടാണ് മദ്രാസിയുടെ OTT റിലീസ്. ആമസോൺ പ്രൈമിലാണ് സിനിമ വരുന്നത്. സെപ്റ്റംബർ മാസം ലാസ്റ്റ് വീക്കിലായിരിക്കും OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഹൃദയപൂർവ്വം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകന സിനിമയാണ് ഹൃദയപൂർവ്വം. നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. ഓണത്തിന് ഒരുപാട് പേര് ഈ സിനിമ കണ്ടു. എല്ലാവർക്കും ഹൃദയപൂർവ്വം ഇഷ്ടപ്പെട്ടു. ഇപ്പോഴിതാ ഈ സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. സെപ്റ്റംബർ മാസം 30-ന് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഹൃദയപൂർവ്വത്തിൻ്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് തലവര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് പോസിറ്റീവ് റിപ്പോർട്ടാണ് തലവരയ്ക്ക് ലഭിച്ചത്. എന്നിട്ടും തലവര കാണാൻ ആരാധകർ കയറിയില്ല. ഓണത്തിന് വലിയ സിനിമകൾ വന്നപ്പോൾ തലവര മാഞ്ഞുപോയി. അർജുൻ അശോകനാണ് സിനിമയിലെ നായകൻ. ഇപ്പോഴിതാ തലവര സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. അടുത്ത വീക്കിൽ ആമസോൺ മനോരമ മാക്സിൽ തലവര സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് പർദ്ദ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അനുപമ പരമേശ്വരൻ, ദർശന തുടങ്ങിയവരാണ് പർദ്ദ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ അട്ടർ ഫ്ലോപ്പായ സിനിമയാണ് പർദ്ദ. ഇതൊരു തെലുങ്കു സിനിമയാണ്. ഈ ചിത്രം ആമസോൺ പ്രൈമിൽ സെപ്റ്റംബർ മാസം 20-നാണ് റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ചെക്ക്മേറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അനൂപ് മേനോൻ ലാലാണ് ചെക്ക്മേറ്റിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു ത്രില്ലർ സിനിമയായിരുന്നു, പക്ഷേ ഇതുവരെ OTTയിൽ വന്നിട്ടില്ല. ഇപ്പോഴാണ് ആമസോൺ പ്രൈം ചെക്ക്മേറ്റിൻ്റെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ അടുത്ത വീക്കായിരിക്കും OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു കഥയാണ് തങ്കമണി പറഞ്ഞു പോയത്. ദിലീപാണ് സിനിമയിലെ നായകൻ. എന്നിട്ട് സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഒരു റിയൽ സ്റ്റോറിയായിരുന്നു തങ്കമണി പറഞ്ഞു പോയത്. സിനിമ റിലീസായിട്ട് വർഷങ്ങളായി. ഇപ്പോഴാണ് OTT റിലീസ് വരുന്നത്. ആമസോൺ പ്രൈമാണ് തങ്കമണിയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ സെപ്റ്റംബർ മാസം 30-ന് മുന്നേ ആമസോൺ പ്രൈമിൽ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടി സിനിമകൾ OTTയിൽ വിറ്റുപോകുന്നില്ല എന്താണെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. എന്നാൽ ബസൂക്കയ്ക്ക് അത് വന്നിട്ടില്ല. ബസൂക്കയുടെ OTT നേരത്തെ തന്നെ C5 സ്വന്തമാക്കിയതാണ്. ആക്ഷൻ സിനിമകൾ C5 പെട്ടെന്ന് വാങ്ങാറുണ്ട്. ഡൊമിനിക് പോലെയല്ല ബസൂക്ക. എവറേജ് അഭിപ്രായമാണ് ബസൂക്കയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. എന്നിട്ടും ബസൂക്ക OTTയിൽ കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ്. മമ്മൂട്ടി മികച്ച ആക്ഷനാണ് ബസൂക്കയിൽ കാഴ്ചവെച്ചത്. സെപ്റ്റംബർ മാസം 20-ന് മുന്നേ ബസൂക്ക സിനിമ C5-ൽ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് സുമതി വളവ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സിനിമ ഒരു പ്രേതപടമാണെന്ന് ചോദിച്ചാൽ അല്ല. ഒരുപാട് കോമഡിയും സിനിമയിലുണ്ട്. പ്രേതത്തെ ആസ്പദമാക്കിയാണ് കഥ മുന്നോട്ട് പോകുന്നത്. സുമതി വളവിൽ പ്രേതമുണ്ടോ എന്ന് ചോദിച്ചാൽ ആരാധകർക്കും പറയാൻ സാധിക്കില്ല. അത്രയും മികച്ച രീതിയിലാണ് സുമതി വളവ് ചിത്രീകരിച്ചത്. അതുകൊണ്ട് തന്നെ സുമതി വളവ് തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് നേടിയെടുത്തത്. സൺനെസ്റ്റാണ് ഇപ്പോൾ സുമതി വളവിൻ്റെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ അടുത്ത വീക്കാണ് OTT റിലീസ്. അവസാനത്തെ അപ്ഡേറ്റ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. 5 ചാപ്റ്ററായിട്ട് വരാൻ പോകുന്ന സിനിമയാണ് ലോക.
ഫസ്റ്റ് ചാപ്റ്റർ തന്നെ 300 കോടിക്ക് അടുത്ത് കളക്ഷൻ നേടാൻ പോവുകയാണ്. സിനിമ അത്രയ്ക്കും ഹിറ്റായി. കല്യാണി നസ്ലിനാണ് ഫസ്റ്റ് ചാപ്റ്ററിലുള്ളത്. ലോക സിനിമയിൽ മമ്മൂട്ടിയും ഉണ്ടെന്ന് ദുൽഖർ സൽമാനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയുടെ ഹൈപ്പ് കൂടിയിരിക്കുകയാണ്. അടുത്ത ചാപ്റ്ററിന് വലിയ വരവേൽപ്പാണ് ആരാധകർ കൊടുക്കുന്നത്. ഇപ്പോഴത്തെ ലോക സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ റിലീസായിട്ട് 1 മാസം കഴിഞ്ഞിട്ടാണ് ലോകയുടെ OTT റിലീസ്. അതായത് സെപ്റ്റംബർ മാസം 30-നായിരിക്കും ലോക സിനിമ OTTയിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.